നമസ്കാരം. ഞാൻ ഡോക്ടർ NC ശ്രീകുമാർ, സീനിയർ കൺസൾട്ടന്റ് ഇൻ പ്ലാസ്റ്റിക് സർജറി, SK ഹോസ്പിറ്റൽ, തിരുവനന്തപുരം. ഞാനിന്ന് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മുച്ചുണ്ട് അഥവാ ക്ലെഫ്റ്റ് ലിപ്പ് എന്നതാണ്. കുഞ്ഞുങ്ങളിൽ ജനിക്കുന്ന സമയത്ത് മുഖത്തുണ്ടാകുന്ന ഒരു വൈകല്യമാണ് ക്ലെഫ്റ്റ് ലിപ്പ്. അത് ഗർഭാശയത്തിലിരിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് അത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നാം അത് കാണുന്ന കുഞ്ഞ് പുറത്തു വരുമ്പോൾ മാത്രമാണ്. ക്ലെഫ്റ്റ് ലിപ്പ് ഉണ്ടാകാനുള്ള കാരണം പലതാണ്. പക്ഷേ 100% ഉറപ്പായും ഇന്ന കാരണം കൊണ്ടാണ് ഇത് വന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല. വിവിധ പഠനങ്ങളിൽ തെളിയുന്നത് ജനിതക വൈകല്യം, അമ്മമാരുടെ ജീവിതശൈലി, ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈറൽ ഇൻഫെക്ഷൻസ്, ഇതൊക്കെ കൂടുതൽ ക്ലെഫ്റ്റ് ലിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. 2, കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു ക്ലെഫ്റ്റ് ലിപ്പ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ക്ലെഫ്റ്റ് ലിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ക്ലെഫ്റ്റ് ലിപ്പിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഒന്ന് കാണാനുള്ള വൈകല്യമാണ്, കാഴ്ചയിലുണ്ടാകുന്ന വൈകല്യമാണ്. അത് ജനിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് ക്ലെഫ്റ്റ് ലിപ്പ് ഉണ്ടായെന്ന് വരുമ്പോൾ അത് അംഗീകരിക്കാൻ മാനസികമായിട്ട് മാതാപിതാക്കൾക്കും കുടുംബ അംഗങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ക്ലെഫ്റ്റ് ലിപ്പ് ഡയഗ്നോസ് ചെയ്യാൻ അല്ലെങ്കിൽ രോഗനിർണയത്തിന് പ്രത്യേകിച്ച് ടെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ജനിക്കുമ്പോൾ തന്നെ നമുക്ക് നേരിട്ട് കാണാം കുട്ടിക്ക് മേൽ ചുണ്ടിന് വൈകല്യം ഉണ്ടോ എന്നുള്ളത്. എന്നാൽ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ കുട്ടിക്ക് ഈ വൈകല്യം ഉണ്ടോ എന്ന് ചില ടെസ്റ്റുകൾ മുഖേന നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് അൾട്രാസോണോഗ്രാഫി. ഈ ടെസ്റ്റിലൂടെ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ക്ലെഫ്റ്റ് ലിപ്പ് ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാം. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ ഉള്ള അഡ്വാൻറ്റേജ്, ഒന്ന്, മാതാപിതാക്കളെ കൗൺസിൽ ചെയ്യാനുള്ള ചാൻസ് അല്ലെങ്കിൽ സൗകര്യം അല്ലെങ്കിൽ സമയം നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനൊരു വൈകല്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ അതിനെ പ്രിപ്പയർ ചെയ്യാൻ, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ആണ് അവർക്കൊരു ആശ്വാസം തോന്നുക. അതിനായി ഈ അൾട്രാസൗണ്ട് ടെസ്റ്റ് വഴി നമുക്ക് നേരത്തെ മനസ്സിലാക്കുകയും മാതാപിതാക്കൾക്ക് അതിൻ്റെ കൗൺസിലിംഗ് കൊടുക്കാനും സാധിക്കും. ക്ലെഫ്റ്റ് ലിപ്പ് ചികിത്സ സർജറി മാത്രമാണ്. മരുന്നുകൾ കൊണ്ട് ക്ലെഫ്റ്റ് ലിപ്പിൻ്റെ വൈകല്യം മാറ്റാൻ സാധിക്കുകയില്ല. വളരെ സിമ്പിളായ ഒരു ഓപ്പറേഷൻ വഴി ഇത് പൂർണ്ണമായും നീക്കാവുന്നതാണ്. ഓപ്പറേഷൻ ചെയ്യേണ്ട സമയം ഏകദേശം 3 മാസം ആകുമ്പോഴാണ്. 3 മാസം കഴിഞ്ഞാലും ഇത് ഓപ്പറേഷൻ ചെയ്യാം. പക്ഷേ 3 മാസം അടുത്ത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് വരിക. അല്ലെങ്കിൽ കൂടുതൽ പ്രായപൂർത്തിയായ ആൾക്കാരിലും വളരെ പ്രായമായ ആൾക്കാരിലും ക്ലെഫ്റ്റ് ലിപ്പ് ഓപ്പറേഷൻ ചെയ്യാം. പക്ഷേ അതിൻ്റെ സ്കാറിങ് കൂടുതലായിരിക്കും ഏജ് അഡ്വാൻസ് ചെയ്യുന്നതോടുകൂടി. തീരെ ചെറിയ പ്രായത്തിലാവുമ്പോൾ സ്കാറിങ് അധികം ഉണ്ടാകുന്നില്ല. ഉദാഹരണത്തിന് ഈ അടുത്ത കാലത്ത് SK ഹോസ്പിറ്റലിൽ ചെയ്ത മുച്ചുണ്ടുള്ള ഒരു കുട്ടിയുടെ പടമാണ് കാണിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ മുമ്പും ഓപ്പറേഷന് ശേഷവും. ഓപ്പറേഷന് ശേഷം 2 ദിവസം കഴിഞ്ഞുള്ള പടമാണ്. അത് കാരണം സ്റ്റിച്ചസ് എടുത്തിട്ടില്ല. സ്റ്റിച്ചസ് സാധാരണ 5 ദിവസം കഴിയുമ്പോഴാണ് എടുക്കുന്നത്. ഇതിനോടുള്ള കോംപ്ലിക്കേഷൻസ്, ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ കാഴ്ചക്കുള്ള അസ്വസ്ഥത, ക്ലെഫ്റ്റ് ലിപ്പ് ഉണ്ടെന്നുള്ളൊരു അസ്വസ്ഥത. 2, കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോൾ മുലപ്പാല് വലിച്ചു കുടിക്കാനും ബോട്ടിൽ ഫീഡ് ചെയ്യാനും സാധിക്കുന്നില്ല. കാരണം ലിപ്പ് ടൈറ്റായിട്ട് പിടിച്ചാൽ മാത്രമേ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനും അല്ലെങ്കിൽ ബോട്ടിൽ ഫീഡ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. 2, കുഞ്ഞ് വളർന്നു വരുമ്പോൾ, സംസാരം തുടങ്ങി വരുമ്പോൾ ഈ ക്ലെഫ്റ്റ് ലിപ്പ് ഉള്ളത് കാരണം നേരായ വണ്ണം സംസാരിക്കാൻ സാധിക്കാതെ വരുന്നു. ചില വാക്കുകൾ, പ്രത്യേകിച്ചും ലിപ്പ് ടൈറ്റായിട്ട് പിടിച്ച് ഉച്ചരിക്കേണ്ട വാക്കുകൾ, ഉദാഹരണത്തിന് ഭ, പ മുതലായ അക്ഷരങ്ങൾ പറയാൻ കുട്ടിക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. ഓപ്പറേഷൻ ചെയ്യാത്ത കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ മറ്റു കുട്ടികൾ ഈ കുട്ടിയെ പരിഹാസത്തിന്
പാത്രമാക്കാറുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ക്ലെഫ്റ്റ് ലിപ്പിൻ്റെ ഓപ്പറേഷൻ ചെയ്യേണ്ടതാണ്. ഇനി ഈ ക്ലെഫ്റ്റ് ലിപ്പിൻ്റെ ഓപ്പറേഷൻ ചെയ്തു എന്ന് കരുതി അതുകൊണ്ട് മാത്രം ഇതിൻ്റെ ചികിത്സ പൂർണ്ണമാകുന്നില്ല. കുട്ടി വളരുന്നതനുസരിച്ചിട്ട് കുട്ടിയുടെ ചുണ്ടിൻ്റെ ഷേപ്പ്, പല്ലിൻ്റെ നിറകൾ നേരെ വണ്ണം വരുന്നുണ്ടോ, മോണ ശരിയായിട്ട് വരുന്നുണ്ടോ, ഇവയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നിയാൽ അത് കൺസേൺഡ് ഡോക്ടറെ അല്ലെങ്കിൽ അതിൻ്റേതായ ചികിത്സ നടത്തേണ്ടതുണ്ട്.